ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന്. നമുക്ക് ഏസ് ഓഫ് എയർ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏസ് ഓഫ് സോഡിന്റെ എനർജി. ഏസ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ എന്തോ പുതിയ ചില കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു. ആ ഒരു തീരുമാനത്തിലൂടെ മുന്നോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അപ്പൊ ഇവിടെ നിങ്ങൾ ആരെങ്കിലുമായിട്ട് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് എന്തോ പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് ഇന്നത്തെ ദിവസം മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആവാം. മനസ്സിലായി? ഇപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾ ഇവിടെ വഹിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത് എന്നാണ് കാണുന്നത്. പുതിയൊരു തുടക്കത്തിൻ്റെതായ എനർജി. ഈ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ചില യാത്രകളാവാം, അല്ലെങ്കിൽ ചില വിദേശ യാത്രകളാവാം, അതുമല്ലെങ്കിൽ ചില കോഴ്സിന് പഠിക്കാനുള്ളതാവാം, അതുപോലെ ചില ഇന്റർവ്യൂസിനൊക്കെ പോകാനുള്ളതും ആകാം. അങ്ങനെയുള്ള തുടക്കമാകാം. ചില ജോലി കാര്യങ്ങളിലേക്കുള്ള തുടക്കവും ആകാം, അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു ജോലി ലഭിക്കുന്നതുമാകാം. എന്തായാലും ശരി, നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നു. അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു വെച്ചിരുന്ന ഒരു കാര്യമാണെന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഹെർമിറ്റ് ആണ് വന്നിരിക്കുന്നത്. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ സന്യാസിയല്ലേ. അപ്പോൾ ഈ ഒരു സന്യാസി എന്ന് പറയുന്നത് ഒരുപാട് ഭൗതികമായ കാര്യങ്ങളിൽ നിന്നും ഒന്ന് പിന്തിരിഞ്ഞിട്ട് സ്വന്തം ഉൾവെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സന്യാസിയാണ്. അപ്പോൾ ഈ ഒരു ഹെർമിറ്റ് എന്ന് പറയുന്നത് കുറെ കാലം കൊണ്ട് ഇത് സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മുന്നോട്ടുള്ള പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ മറ്റു പല കാര്യങ്ങളെയും ഉപേക്ഷിച്ചിട്ട് ഉള്ളിൽ വെളിച്ചം നിറച്ചിരിക്കുന്നു. ആത്മീയപരമായ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ശരിയായ പാതയിലൂടെയാണെങ്കിൽ, ശരിയായ രീതിയിലുള്ള ആ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഉൾവെളിച്ചം ഉണ്ടാകും, ഉള്ളിൽ നിന്നും വെളിച്ചം ഉണ്ടാകുന്നു. അപ്പൊ ഈ ഒരു വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകാനാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ കയ്യിലുള്ള വെളിച്ചത്തെ സൂചിപ്പിക്കുന്ന എന്താണ്? ഉള്ളിലുള്ള വെളിച്ചമാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉള്ള തീരുമാനം എടുത്തിട്ടുണ്ടാവണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഉൾവെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ഗുരുവിന്റെ സ്ഥാനത്ത് നിന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് കൊടുക്കാനും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും പല കാര്യങ്ങളും സ്വന്തം കണ്ടുപിടുത്തത്തിലൂടെ, അല്ലെങ്കിൽ സ്വയം കണ്ടുപിടിച്ച് മുന്നോട്ട് വരികയാണ്. സ്വയം തീരുമാനമെടുത്ത് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. അതിനായിട്ട് മറ്റൊരാളിനെ കൂട്ടുവിളിക്കുന്നില്ല, അല്ലെങ്കിൽ കൂട്ടുപിടിക്കുന്നതുമില്ല. മനസ്സിലായി? അപ്പോൾ സ്വന്തം കാര്യം മുന്നോട്ട് തീരുമാനിച്ച് കൊണ്ട് അത് നടപ്പിലാക്കി മുന്നോട്ട് സക്സസിലേക്ക് വരാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ഇവിടെ പറയാൻ പറ്റും. നിങ്ങളിൽ പലരും അത്തരത്തിലുള്ള എനർജിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് കാണുന്നത്. ഇത്തരത്തിലുള്ള എനർജി അടുത്തായിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ദ ലവേഴ്സ് ആണ്. കണ്ടില്ല, ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. ദൈവാനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു കണക്ഷനാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹത്തിലൂടെ വരുന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ പണ്ടെങ്ങോ കണ്ടു മറന്നിട്ടുള്ള വ്യക്തികളാവണം, അല്ലെങ്കിൽ പണ്ടൊന്നോ പരിചയപ്പെട്ട വ്യക്തികളായിരിക്കണം. അപ്പോൾ വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷനിലേക്ക് വരികയാണ്, വീണ്ടും നിങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു, വീണ്ടും നിങ്ങൾ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നു. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം സ്വപ്നം കണ്ടിരുന്ന ഒരു ലൈഫായിരിക്കണം. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകണം പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകണമെന്ന്, അല്ലെ? പരസ്പരം കെയർ ചെയ്ത് പോകുന്ന ഒരു ലൈഫ്, അല്ലെങ്കിൽ പരസ്പരം ഇവിടെ സപ്പോർട്ട് ചെയ്യുക, അതിലൂടെയുള്ള അബണ്ടൻസ്, അതിലൂടെ പ്രോസ്പെറിറ്റി ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കാരണം ഇവിടെയാണ് ദൈവാനുഗ്രഹം ഉള്ളത് എന്നാണ് കാണുന്നത്. അപ്പോൾ
ഇത്തരത്തിലുള്ള ദൈവാനുഗ്രഹം വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഐശ്വര്യത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. പരസ്പരം രണ്ടുപേരും പല കാര്യങ്ങളും തുറന്നു പറയുന്ന എനർജിയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഇമോഷൻസിനെ പങ്കുവെച്ച് പരസ്പരം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ പലർക്കും ഇവിടെ ചിലപ്പോൾ വിവാഹം നടക്കുന്ന എനർജി ആവും, പലരും നോ കോണ്ടാക്റ്റ് ആയിട്ട് ഇരുന്നവർ, അകന്നിരുന്നവർ വീണ്ടും കൂടിച്ചേരുന്ന എനർജിയും ഉണ്ടാകാൻ, അതുമല്ല എങ്കിൽ നല്ലൊരു പാർട്ണറെ നിങ്ങൾക്ക് ലഭിക്കുന്നതും ആവാം. ഒരു അവസരം, ഇത്തരത്തിലുള്ള അവസരം വരികയാണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ചോയ്സസ് ഉണ്ടാകുന്നു നിങ്ങളിലേക്ക്. കാരണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ചോയ്സസ് ഉണ്ടാകുന്നു. ഒരു പാർട്ണറെ സെലക്ട് ചെയ്യാൻ, ആ സെലക്ട് ചെയ്യപ്പെടുന്ന പാർട്ണർ വളരെ നല്ല എനർജിയാണ്, അതുപോലെ വളരെ നല്ല പോസിറ്റീവ് എനർജിയിലൂടെ പോകുന്നു, അതുപോലെ വളരെ നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണെന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു. എന്താണ് നോക്കാം. ഇവിടെ ക്യൂൻ ഓഫ് ഫയറിന്റെ എനർജിയാണ്. അതായത് ഇവിടെ ക്യൂൻ ഓഫ് സോഡ്. അപ്പോൾ ക്യൂൻ ഓഫ് സോഡിന്റെ എനർജി, ക്യൂൻ ഓഫ് വാൻസ് ആണ്, ഫയറാണിത്. വാൻസ് ഫയർ സൈൻ ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു വാൻസിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ നല്ല കോൺഫിഡന്റ് ആവുകയാണ് ചെയ്യുന്നത്. ഈ വ്യക്തി വളരെയധികം കോൺഫിഡന്റ് ആണ്. എന്തില്? അവരുടെ ബ്യൂട്ടിയിൽ കോൺഫിഡന്റ് ആണ്, അവരുടെ കഴിവിൽ അവർ കോൺഫിഡന്റ് ആണ്. മനസ്സിലായി? മറ്റു പല കാര്യങ്ങളിലും അവർ കോൺഫിഡന്റ് ആണ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ പല കാര്യങ്ങളിലും കോൺഫിഡന്റ് ആയിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. അത്യധികം ആവേശത്തോടുകൂടി മുന്നോട്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു, പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. നിങ്ങളുടെ ഓഫീസ് കാര്യങ്ങളാവാം, അതുപോലെ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള സമൂഹത്തിലെ പല കാര്യങ്ങളാവാം, നിങ്ങളുടെ വീട്ടിലെ കുടുംബത്തിലെയും കാര്യങ്ങളാവാം. നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെയധികം കോൺഫിഡന്റ് ആകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ. അതുപോലെ മറ്റുള്ളവരുടെ ആകർഷണത്തിന് വിധേയരാകുന്നു. നിങ്ങൾ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ മറക്കാനുള്ള സാധ്യതയില്ല. വീണ്ടും വീണ്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന എനർജിയാണ്. നിങ്ങളെ മറക്കാൻ കഴിയുന്നില്ല. നിങ്ങളോട് തന്നെ വീണ്ടും വീണ്ടും പല കാര്യങ്ങൾ സംസാരിച്ച് അടുത്തുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. മനസ്സിലായോ? അതുപോലെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഈ ഒരു സമയത്ത് എന്നിവിടെ കാണുന്നുണ്ട്. ഇവിടെ 9 ഓഫ് എയർ ആണ്. 9 ഓഫ് എയർ എന്ന് പറയുമ്പോൾ 9 ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇവിടെ കർമ്മ ഫേസ് ചെയ്യുന്നുണ്ടാവും. കണ്ടേ, ഉറക്കമില്ലാത്ത രാത്രി, നെഗറ്റീവായ എനർജിയിൽ തങ്ങി നിൽക്കുന്നു. അതുപോലെ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളതും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഒരു സമയത്ത് ഇത്രമാത്രം ദുഃഖം അനുഭവിക്കുന്നത് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടാവണം. അതുമല്ല എങ്കിൽ ആരെങ്കിലും നിങ്ങളിലേക്ക് അനാവശ്യകരമായ കുറ്റാരോപണം നടത്തിയിട്ടുണ്ടാവണം. അതുവഴി നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ അനുഭവപ്പെടാം. ഇനി അതുമല്ല ഏതെങ്കിലും തരത്തിലുള്ള അസുഖം ഉണ്ടായിരിക്കാം. ഇതെല്ലാം കർമ്മയുടെ ഭാഗമാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു സമയത്ത് ആരെങ്കിലുമൊക്കെ ഇവിടെ കർമ്മ ഫേസ് ചെയ്യുന്ന സമയമാകാം. ഇതിവിടെ നിന്നും മാറിക്കിട്ടും. കാരണം ഇവിടെ 9 ഓഫ് സോഡ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ എനർജി ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്നും ഈ ഒരു ദുഃഖമൊക്കെ മാറി നിങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പഴയ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഇവിടെ വരും. തൽക്കാലത്തെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് നെഗറ്റിവിറ്റിയിൽ തങ്ങിയിരിക്കുകയാണ്. രാത്രി ഉറക്കമില്ലാതെ ഉണർന്നിരിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ തന്നെ എത്ര ഭയാനകമാണ് അല്ലെ? രാത്രിയിൽ ഉറക്കമില്ലായ്മ അനുഭവപ്പെടുന്നത്. പല കാര്യങ്ങളും ചിന്തിച്ച് ഇങ്ങനെ കിടക്കുകയാണ്, ഉറക്കമേ ഇല്ല. ആൾക്കാരെല്ലാം ഉറങ്ങുന്നു. ഈ ഒരു സമയത്ത് ഉറക്കമില്ലാതെ ഉണർന്നിരിക്കുക എന്ന് പറയുന്നത് എത്ര ഭീകരമാണ് ആ ഒരു അവസ്ഥ അല്ലെ? അപ്പൊ ഇവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ടൊരു നല്ല അവസ്ഥയിലേക്ക് വരാനുള്ള സാഹചര്യമാണ് ഇവിടെ കാണുന്നത്.
ഇവിടെ കണ്ടില്ല, ഇവിടെ പേജ് ഓഫ് എയർ ആണ് വന്നിരിക്കുന്നത്. ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ ഇവിടെ തയ്യാറാണ്. കണ്ടില്ല. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. അത് ഈ ഒരു അവസ്ഥയിൽ നിന്ന്, ഈ ഒരു ഭീകരമായ അവസ്ഥയിൽ നിന്നും നിങ്ങൾ സ്വയം ആലോചിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ കർമ്മ കുറച്ചൊന്ന് റിലീസ് ആവും. ഇത്തരത്തിലുള്ള കുറച്ച് ദിവസങ്ങൾ ഇത്തരം അവസ്ഥകളിലൂടെ, ഇത്തരം ഈ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തന്നെയും നിങ്ങൾ സ്വയം തീരുമാനിക്കും എന്താണ് ഇനി അടുത്ത പരിപാടി. അങ്ങനെ എന്നിലേക്ക് വന്ന ആരോപണങ്ങൾക്ക്, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചിരുന്ന ഈ കഷ്ടതകൾക്ക് ഇവിടെ മറുപടി കൊടുക്കാതെ പറ്റില്ല, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാതെ പറ്റില്ല. അതുകൊണ്ട് ആക്ഷൻ എടുക്കണം, എനിക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വന്നേ മതിയാകൂ എന്നുള്ള ഉറച്ച തീരുമാനമെടുത്ത് നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പലരും ഇത്തരത്തിലുള്ള എനർജിയിലൂടെ മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ 3 ഓഫ് വാൺസിന്റെ എനർജിയാണ്. അപ്പൊ 3 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെ നിങ്ങൾ അക്കരയിലേക്ക് കാത്തിരിക്കും, ദൂരദേശത്തേക്ക് കണ്ണുനട്ടിരിക്കുന്ന എനർജിയാണ്. എന്തൊക്കെയോ നിങ്ങളിലേക്ക് വരാനുണ്ട്, നിങ്ങൾ അതിനായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് എന്തോ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാവണം, അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രതീക്ഷിച്ച് നിൽക്കുകയാവണം, അല്ല എങ്കിൽ ഏതെങ്കിലും നല്ല ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരണം, അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നൊക്കെ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ട് നിങ്ങൾ നോക്കി നിൽക്കുകയാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി നിങ്ങളിവിടെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലുമൊക്കെ അടുത്തു വരണം. പല കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എങ്കിൽ കൂടെയും ഒരേ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നുവെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ, ആഗ്രഹിച്ച കാര്യം സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രതീക്ഷയിലൂടെ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ വളരെ വലിയ പ്രതീക്ഷയിലൂടെ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. എന്തോ വന്നു ചേരാൻ വേണ്ടി ഉള്ള ഒരു കാത്തിരിപ്പാണെന്നാണ് കാണുന്നത്. ഇവിടെ പേജ് ഓഫ് വാട്ടർ ആണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് കപ്പ് വാട്ടർ സൈൻ ആണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ നിങ്ങൾ ആരോടോ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള പ്രണയമാവാം, അതിനായിട്ടുള്ള ആ വ്യക്തിയെ കാണാനോ അത് തുറന്നു പറയാനോ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ കുറച്ചുകൂടി ഹൃദയം തുറന്നുള്ള ഒരു അവസ്ഥയിൽ, ഹൃദയം തുറന്ന് മറ്റുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇവിടെ ഇതുവരെ നിങ്ങൾ അങ്ങനെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ ഒരു സമയത്ത്, ഇന്നത്തെ ദിവസം ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. ഇൻഡ്യൂട്ടീവ് ആകുന്നുണ്ട് കൂടുതലായിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കൂടുതലായിട്ട് ഇമോഷൻസിന് പ്രാധാന്യമുണ്ട് ഇവിടെ. കപ്പല്ലേ, അപ്പോൾ കപ്പിലുള്ള ഒരു മത്സ്യം കണ്ടില്ലേ, കപ്പിലുള്ള ഫിഷ്. ഈ ഫിഷ് എന്ന് പറയുന്നത് എന്താണ്? ആഗ്രഹ സഫലീകരണത്തിൻ്റെതാണ്. അപ്പോൾ ഈ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളതിനെ സഫലീകൃതമാക്കാൻ വേണ്ടി അതിനെ മറ്റുള്ളവരോട് എന്തൊക്കെയോ പറയാനുള്ള ആഗ്രഹമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. ഇതുവരെ അത് പറയാൻ പറ്റിയില്ല, ഇനിയെങ്കിലും അത് പറയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും ചില വ്യക്തികളോട് എന്തെങ്കിലുമൊക്കെ പ്രണയം പറയാനായിരിക്കാം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ 8 ഓഫ് എർത്ത് ആണ് വന്നിരിക്കുന്നത്. 8 ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വിർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഭാവിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മണി കൂടുതലായിട്ട് ഏൺ ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു ജോലിയിലേക്കുള്ള ഫോക്കസ് ചെയ്യലാണ്. ആ ഒരു ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി ഇവിടെ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് രാപകൽ പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്, പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഠിച്ചാൽ മാത്രമല്ലേ കൂടുതലായിട്ടും മണി ഏൺ ചെയ്യാൻ പറ്റൂ, നല്ലൊരു ജോലി ലഭിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ചിന്തകളിലൂടെ അതിനായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നു, അതിനായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനായിട്ട് രാപകൽ ഡീറ്റെയിൽ ആയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് വന്നിട്ടുണ്ട്. അതുപോലെ മണി ഏൺ ചെയ്യാനുള്ള ഒരു പുറപ്പാടിലാണ് ഇവിടെ നിങ്ങളെന്ന് കാണുന്നുണ്ട്. കൂടുതലായിട്ട് പഠിച്ചിട്ട് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യണം, നല്ലൊരു ജോലിയൊക്കെ ലഭിച്ചിട്ട് അതിനുള്ള തീരുമാനത്തിലാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണുന്നത്. അതിനെ ഫോക്കസ് ചെയ്ത് ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഏസ് ഓഫ് ഫയർ ആണ്, ഏസ് ഓഫ് വാൺസിന്റെ എനർജി.
അപ്പോൾ ഇവിടെ എന്തോ നിങ്ങളിലേക്ക് നല്ല ഒരു അവസരം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ അവസരത്തിന് വേണ്ടി നിങ്ങൾ തുടങ്ങി വെച്ചിരിക്കുകയാണ്. അത് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണത്. അതിനായിട്ട് നിങ്ങൾ ഇവിടെ ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു. എന്തോ പുതിയ ചില കാര്യങ്ങൾ, ക്രിയേറ്റിവിറ്റിയുടെ ഭാഗം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാവാം, ചില ക്ഷേത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാവാം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ ചില ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങൾ, ചില കെട്ടിടങ്ങളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാവാം, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവണം. അവിടെ അത് തുടങ്ങി വയ്ക്കാനും അതിലൂടെ വരുമാനം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തോടും കൂടി നിങ്ങളിവിടെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടി തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. വൺസ് ഫയർ സൈൻ ആണ് ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ ഏസ് ഓഫ് ഫയർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഏസ് ഓഫ് എയറും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇന്നത്തെ ദിവസം എന്തൊക്കെയോ നിങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കൂടുതലായിട്ടുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിനി കൃഷ്ണ സ്വരൂപം ഒന്ന് നോക്കാവേ. ഭഗവാൻ കൃഷ്ണന്റെ മെസ്സേജ് ഇന്ന് എന്താണ്? ഇന്ന് മീനമാസം 1 അല്ലേ? അപ്പോൾ 1-ാം തീയതി ആയതുകൊണ്ട് മലയാള മാസം 1. അപ്പോൾ ഈ ഒരു മാസത്തെ സൗഭാഗ്യങ്ങളെല്ലാം നീണ്ടു നിൽക്കുന്നതാണ്. ഈ ഒരു മാസം മുഴുവനും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ് ഭഗവാൻ കൃഷ്ണൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ശ്രീകൃഷ്ണ ഭഗവാൻ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ബി ഓപ്പൺ എന്നാണ്. ഗോഡ് ആൻഡ് ബ്ലെസ്സിങ്സ് കം. വളരെ നല്ല എനർജിയാണ്, കണ്ടില്ലേ? ഇവിടെ ഗോഡ് ആൻഡ് ബ്ലെസ്സിങ്സ് കം ഇൻ അൺഎക്സ്പെക്റ്റഡ് വേസ്, ബി ഓപ്പൺ ടു റിസീവ് ദം. ഇവിടെ ദൈവവും ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് എപ്പോൾ നിങ്ങൾ നോക്കിയിരിക്കുമ്പോഴല്ല വരുന്നത്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വഴിയിലൂടെയാണ് വരുന്നത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും നിങ്ങൾ കാതോർത്തിരിക്കുക, ഹൃദയം തുറന്നിരിക്കുക അത് സ്വീകരിക്കാൻ വേണ്ടി. മനസ്സിലായോ? അപ്പോൾ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൽ നിന്നുള്ള അൺഎക്സ്പെക്റ്റഡ് വേസിലൂടെയാണ് ഇത് വരുന്നത്, ഈ ഒരു അനുഗ്രഹം വരുന്നത്. ദൈവവും ദൈവത്തിന്റെ അനുഗ്രഹവും നിങ്ങളിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അൺഎക്സ്പെക്റ്റഡ്, അപ്രതീക്ഷിതമായ ചില വഴികളിലൂടെയാണ്. അതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല. നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുക, അത് നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ എന്തിനും പരിശ്രമിക്കണം, മനസ്സിലായോ? അതാണ്. അല്ലാതെ വെറുതെ ഒരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെടണം, അതിനെ ഫോക്കസ് ചെയ്യണം, അതിനായിട്ട് പരിശ്രമിക്കുകയും വേണം. അപ്പോഴാണ് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില വഴികളിലൂടെ ദൈവാനുഗ്രഹം ലഭിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് എൻഡാണ് വന്നിരിക്കുന്നത്. എവറിത്തിങ് ഹാസ് ടു എൻഡ് സം ഡേ. ഏത് കാര്യവും നിങ്ങൾക്കിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടോ, എത്രമാത്രം നിങ്ങൾ ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ഇതെല്ലാം ഒരു ദിവസം അവസാനിക്കും. അല്ലാതെ ഇത് ജീവിതകാലം മുഴുവൻ നിങ്ങൾ അനുഭവിക്കുകയില്ല. നിങ്ങളുടെ കർമ്മയാണെങ്കിൽ പോലും അത് എത്ര വർഷമെന്നുണ്ട്. അത്രയും വർഷം കഴിയുമ്പോൾ, അത്രയും കാലാവധി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് സ്വതന്ത്രരാകും. അപ്പോൾ ഇതെല്ലാം ഒരു ദിവസം അവസാനിക്കാനുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നാണ്, ഇപ്പോൾ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ബി പ്രിപ്പയർഡ്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യൂ. പ്രിപ്പറേഷൻ വിൽ ബ്രിങ് ഡിസൈഡ് റിസൾട്ട്സ്. അപ്പൊ ഈ പ്രിപ്പറേഷനാണ്, നിങ്ങളുടെ തയ്യാറെടുക്കലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ റിസൾട്ട് കൊണ്ടുവരുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ എന്നും ഞാൻ ഈ ദുഃഖത്തിലിരിക്കും, അല്ലെങ്കിൽ എന്നും ഞാൻ ഈ സുഖത്തിലിരിക്കും എന്നൊന്നും ആരും വിചാരിക്കണ്ട. എന്നും സുഖത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെയും ഒരു അവസാനം ഉണ്ടാകും. മനസ്സിലായി? എന്നും ദുഃഖത്തിലിരിക്കുന്നവർക്ക് അവിടെ ഒരു അവസാനം ഉണ്ടാകുന്നു, അവർക്ക് പിന്നീട് ഒരു സുഖത്തിൻ്റെതായ കാലം വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യൂ. നിങ്ങളുടെ പ്രിപ്പറേഷനാണ് നിങ്ങളുടെ ആഗ്രഹത്തെ സഫലമാക്കി തരുന്നത് എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ പറയുന്നത്. ശ്രീകൃഷ്ണന്റെ മെസ്സേജാണിത്. എന്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 2 കാർഡ്സ് വന്നിട്ടുണ്ട്. ഹെൽപ്പ് ഈസ് ഓൺ ദ വേ. നിങ്ങളിലേക്ക് ഹെൽപ്പ് വരുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി പ്രയാസം അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം മുന്നോട്ട് വരാൻ വേണ്ടി. പക്ഷേ നിങ്ങളിലേക്ക് ഹെൽപ്പ് വരുന്നുണ്ട്. ആരെങ്കിലും നിങ്ങളെ, യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ആൾ യുവർ ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. മനസ്സിലായോ? ഡോണ്ട് വറി.
നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. ഭഗവാൻ പറയുന്നതാണ്, യു വിൽ സൂൺ റിസീവ് ഹെൽപ്പ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് സ്വീകരിക്കാൻ പറ്റുക, എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് സഹായം എത്തിച്ചേരുന്നതായിരിക്കും. അതുകൊണ്ട് ആരും വിഷമിക്കാതിരിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഡു യുവർ കർമ്മ എന്ന് പറയുന്നുണ്ട്. ബി ഗുഡ്, ഡ്യൂ ഗുഡ്. നിങ്ങൾ നല്ലവരാകൂ, നിങ്ങൾ നന്മ ചെയ്യൂ. നന്മ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്മ കൊയ്യാൻ സാധിക്കും. എല്ലായ്പ്പോഴും ഞാൻ പറയുന്നതാണ്, നന്മ നിറഞ്ഞ പ്രവർത്തികൾ ചെയ്യൂ, നന്മയുള്ള വാക്കുകൾ, നല്ല വാക്കുകൾ പറയാൻ ശ്രമിക്കുക, നല്ല പ്രവർത്തികൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വാക്കും പ്രവൃത്തിയും ഒക്കെ നന്മ നിറഞ്ഞതാണെങ്കിൽ എന്താണ്, നിങ്ങളിലേക്ക് വരുന്ന റിസൾട്ടും അതുപോലെ നന്മ നിറഞ്ഞതായിരിക്കും. ഒരിക്കലും നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. വിശ്വാസം വേണം എല്ലായ്പ്പോഴും, മനസ്സിലായോ? ബി പ്രിപ്പയർഡ്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യൂ. ദൈവത്തിലൊരു വിശ്വാസം ഉണ്ടാകണം. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നല്ലത് ചെയ്യൂ, നല്ലത് പ്രവർത്തിക്കൂ. എല്ലായ്പ്പോഴും നിങ്ങളിലേക്ക് നന്മ തന്നെ വരും. നന്മ നിറഞ്ഞ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതാണ് ഭഗവാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന, ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് അതാണ്. ഇവിടെ വന്നിരിക്കുന്ന ലോ ഓഫ് കർമ്മ. കർമ്മയുടെ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് കർമ്മ എന്ന് പറഞ്ഞത്? കർമ്മയുടെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പേ ഫോർ യുവർ ഡീഡ്സ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്നത് എന്താണോ, എന്ത് നിങ്ങൾ വിതയ്ക്കുന്നോ അത് നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ സാധിക്കും. നിങ്ങൾ മോശമാണ് ചെയ്യുന്നതെങ്കിൽ മോശമേ നിങ്ങളിലേക്ക് വരൂ. അതാണ് നിങ്ങളുടെ കർമ്മ. നിങ്ങൾ ജന്മത്തിൽ ചെയ്ത് അറിഞ്ഞും അറിയാതെയും ചെയ്ത ചില മോശകരമായ കാര്യങ്ങളുടെ റിസൾട്ടാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. മനസ്സിലായോ? മോശം ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ മോശകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന മോശകരമായ സാഹചര്യത്തിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണ്. നന്മ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്മ വരുമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് എന്താണ്, എല്ലായ്പ്പോഴും അത് ശ്രദ്ധിക്കുക. ഈ ജന്മമെങ്കിലും നിങ്ങൾ നന്മ നിറഞ്ഞ പ്രവർത്തികൾ ചെയ്യൂ, നന്മ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഭഗവാന്റെ മെസ്സേജ്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അപ്പോൾ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.